ഏറ്റവും പുതിയ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ആദ്യ പകുതിയുടെ ഭൂരിഭാഗം സ്ഥലത്തും ഒരു സ്ഥിരം ദിലീപ് കോമഡി സിനിമയുടെ ഒരു സ്വഭാവമുണ്ട്. അതായത് നമ്മളെ ചിരിപ്പിക്കുന്ന ചെറിയ ചെറിയ തമാശകളും ഈ സിനിമയിലെ ബാച്ചിലറായ നായകൻ്റെ സാഹചര്യങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കലും ഒക്കെ ആയിട്ട് ആ ഭാഗം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ദിലീപിൻ്റെ പ്രായത്തെ ഉപയോഗിച്ചിട്ട് ഒരു സബ് പ്ലോട്ട് സൃഷ്ടിച്ച് ഈ സിനിമ ഒരുപക്ഷെ ഏജ് ഓവർ എന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന പുരുഷന്മാരുടെ റൊമാൻസിനെ കുറിച്ചുള്ള ഒരു സെൻസിബിളായ കോമഡി എൻ്റർടൈനർ ആകുമെന്നൊരു തോന്നൽ ഈ സിനിമ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ തിരക്കഥാകൃത്തായിട്ടുള്ള ഷാരിസ് മുഹമ്മദ് ഇന്റർവെല്ലിന് ശേഷം കഥ മൊത്തത്തിൽ അങ്ങ് മാറ്റി പഴയ തലമുറ പുതിയ തലമുറയെ ഇരുന്ന് ഉപദേശിക്കുന്ന പോലത്തെ ഒരു മൂഡിലേക്ക് പടത്തിനെ മാറ്റിക്കളയുകയാണ്. ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള സ്വന്തമായി ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ ഉള്ള പ്രിൻസ് ആണ് നമ്മുടെ നായകൻ. അപ്പനും അമ്മച്ചിയും 2 അനിയന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെയുള്ള കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ് ഈ പ്രിൻസ് ആണ്. പ്രിൻസിന്റെ കല്യാണം ഇതുവരെ സെറ്റായിട്ടില്ല. ഒരു കല്യാണം നടത്തിയെടുക്കാൻ പ്രിൻസ് പെടുന്ന പെടാപ്പാടുകളും ഒടുവിൽ നടന്നു കിട്ടിയതിനു ശേഷം സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ കാര്യങ്ങളുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. സിനിമ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അതായത് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടാകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ. നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന സന്ദേശം നൽകുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സിനിമയിൽ കുറച്ചു കാലമായിട്ട് വന്നിട്ടില്ല. ആ ഒരു ഗ്യാപ്പ് നികത്താൻ പാകത്തിനുള്ള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. എനിക്ക് വ്യക്തിപരമായി സിനിമ സന്ദേശം നൽകുന്ന ഒരു മീഡിയമാണ് എന്ന അഭിപ്രായമില്ല. പണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞതുപോലെ സന്ദേശം സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ SMS ഉണ്ട്. ക്വീൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ മുതലായ സിനിമകൾ എഴുതിയിട്ടുള്ള ഷാരിസ് മുഹമ്മദിന്റെ കയ്യിലുള്ള തിരക്കഥയിൽ ഇന്നത്തെ സമൂഹത്തിൽ സംസാരിക്കപ്പെടേണ്ട കുറേ തീമുകൾ തീർച്ചയായിട്ടും ഉണ്ട്. കോണ്ടന്റ് ക്രിയേറ്റർമാർ ലൈക്കും ഷെയറും കിട്ടാനുള്ള ആർത്തിയിൽ ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും റീച്ച് കിട്ടാൻ വേണ്ടി എന്തും പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ സംസാരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സിനിമയുമായിട്ട് ചേർന്നു പോകാതെ മുഴച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഈ സിനിമയുടെ ഒന്നാമത്തെ പകുതിയും രണ്ടാമത്തെ പകുതിയും തമ്മിൽ ഒരു ഡ്രാമ ടോൺ നോക്കുകയാണെങ്കിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഒന്നാം പകുതിയിൽ ഒരു മാരേജ് പ്രപ്പോസൽ സബ് പ്ലോട്ടിലൂടെ ദിലീപിന്റെ പ്രായത്തെ അഡ്രസ്സ് ചെയ്യുന്ന തിരക്കഥ രണ്ടാം പകുതിയിൽ പക്ഷേ അതിനെ സൗകര്യപൂർവ്വം മറക്കുന്നു. കാര്യങ്ങളോടുള്ള 2 തലമുറകളുടെ സെൻസിറ്റിവിറ്റി ഡിഫറൻസ് ആണ് ഒരർത്ഥത്തിൽ ഈ സിനിമയിലുള്ള ഡ്രാമയുടെയും കോൺഫ്ലിക്റ്റുകളുടെയും ഒക്കെ കാരണം. പക്ഷേ അതിനുവേണ്ടി ഈ സിനിമയിലെ ജൻസി കഥാപാത്രങ്ങളെ കാരിക്കേച്ചറുകളാക്കാനാണ് തിരക്കഥ ശ്രമിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബാലചന്ദ്ര മേനോൻ ഞാൻ സംവിധാനം ചെയ്യും എന്നാലും ശരത് എന്നൊക്കെ പറഞ്ഞ് സിനിമകൾ ചെയ്തിരുന്നു. ഇതിലെല്ലാം അദ്ദേഹം മിലേനിയൽ ജനറേഷനെ എത്രത്തോളം ബാഹ്യമായിട്ടാണ് നിരീക്ഷിച്ചത് എന്ന് വളരെ വ്യക്തമായിരുന്നു. ഒരർത്ഥത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു മിലേനിയൽ എഴുതിയിട്ടുള്ള എന്നാലും ശരത്താണെന്ന് പറയാം. ബാലചന്ദ്ര മേനോൻ മിലേനിയലുകളെ വിമർശിച്ചപ്പോൾ ഷാരിസ് മുഹമ്മദ് ശ്രമിക്കുന്നത് ജെൻ സി, ജെൻ ആൽഫ എന്നിവരെ വിമർശിക്കാനാണ്. അതിനായിട്ട് സ്വന്തം ജനറേഷനെയും അതിന് തൊട്ട് മുകളിലുള്ള ജനറേഷനെയും നല്ലവരാക്കി നിലനിർത്തുന്നുമുണ്ട്. ദിലീപ് സ്വന്തം സിഗ്നേച്ചർ മാനറിസങ്ങൾ കാണിച്ചുകൊണ്ട് ഒന്നാമത്തെ പകുതിയിൽ സാമാന്യം സെൽഫ് ട്രോളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് പ്രേക്ഷകരെ ഒരു പരിധിവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ ഏതാണ്ട് ഒരു സ്ലാപ്സ്റ്റിക് സ്വഭാവത്തിലേക്ക് സിനിമ പോകുമ്പോൾ പഴയ ഫ്ലെക്സിബിലിറ്റിയോടെ ആ ഭാഗം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയിലെ നായികയുടെ പേര് അവരിപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും പുള്ളിക്കാരിയുടെ പെർഫോമൻസിനെ നല്ലതാക്കുന്നതിൽ ഒരു വലിയ പങ്ക് നടി വിൻസി അലോഷ്യസിൻ്റെ ഡബ്ബിങ്ങിനുണ്ട്. പടത്തിൻ്റെ അവസാനം വരുന്ന ഹോസ്പിറ്റൽ സീനിലെ നടിയുടെ അഭിനയം കാണുമ്പോൾ ഡബ്ബിങ് എത്രത്തോളം പെർഫോമൻസിലെ പിഴവുകൾ കുറയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ജോണി ആൻ്റണിയാണ് ഈ സിനിമയിലെ ദിലീപിൻ്റെ അജു വർഗീസ്. പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ജു പിള്ളയ്ക്കാണ് ഈ സിനിമയിൽ സാമാന്യം നല്ലൊരു കഥാപാത്രത്തെ കിട്ടിയിട്ടുള്ളത്. ബിന്ദു പണിക്കരും സിദ്ദിഖും കോമഡി കൈകാര്യം ചെയ്യാനുള്ള കഴിവിൻ്റെ ബേസിലാണ് നായകൻ്റെ അപ്പനും അമ്മയുമായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസനും ജോസുകുട്ടി ജേക്കബുമാണ് അനിയന്മാരെ അവതരിപ്പിച്ചിട്ടുള്ളത്. 2 പേർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഈ സിനിമയിൽ. പടത്തിന്റെ അവസാനം ഉർവശി ഒരു ഗസ്റ്റ് റോളിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആർക്കും ക്യാമറ എടുത്ത് ജേർണലിസ്റ്റ് ആകാവുന്ന ഇന്നത്തെ സമൂഹത്തിൽ അത്തരക്കാർ സ്വയം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെയും കുറിച്ചാണ് ആ കഥാപാത്രം സംസാരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ക്ലിക്ക് ബെയ്റ്റ് ന്യൂസിന്റെ തംബ്നെയിലാകാൻ എനിക്കിന് താല്പര്യമില്ല എന്നൊക്കെ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി വരുന്ന ദിലീപ് സിനിമകളിൽ ആവർത്തിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പല സാധനങ്ങളും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ലളിതമായ ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ നിന്ന് സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റിൻ്റെ തിക്തഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കഥയായിട്ടുള്ള ഈ പടത്തിൻ്റെ ട്രാൻസിഷൻ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ക്രാഫ്റ്റിലൊട്ടും ശ്രദ്ധിക്കാതെ റെലവൻസിനെ ഒരു എക്സ്ക്യൂസ് ആക്കി ഒരു ലോഡ് ഉപദേശം തരുന്ന ഒരു സാധാരണ സിനിമയാണ് ആകെ മൊത്തത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്